ഗായ്സ്, നമ്മൾ ഈ ഗൂഗിൾ ബ്രോയുടെയും ഐജാസിൻ്റെ ഒക്കെ പോലത്തെ ഒരു ബാക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ വീഡിയോ മസ്റ്റായിട്ട് കണ്ട് ഞാൻ കുറച്ച് എഫക്റ്റീവ് ബാക്ക് വർക്കൗട്ട്സ് ആയിട്ടാണ് വരുന്നത്. ബാക്കും വിങ്സിനും എഫക്റ്റീവായിട്ടുള്ള കുറച്ച് വർക്കൗട്ട് ആയിട്ട് വരുന്നത്. ഇന്ന് ബാക്ക് എന്തായാലും അടിച്ച് പമ്പാക്കുന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ പോകണം. കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞിടയ്ക്ക് ബാക്ക് വലിയ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സാധാരണ നമ്മൾ ജിമ്മിൽ കയറി വാമപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് ബാക്ക് ഡേ ആണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പുള്ളപ്പ് വാമപ്പ് സെറ്റ് എടുത്തിട്ടുണ്ട്. ഒന്നടിച്ച് നേരെ നമ്മൾ ഫസ്റ്റ് സീറ്റർ അടിക്കാൻ വിചാരിച്ച് സീറ്റർ അടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഒരു 50 kg പിന്നെ 10 kg ആയിട്ട് എന്ത് ചെയ്ത് 25 നമ്മൾ ഫസ്റ്റ് സെറ്റ് കൊടുത്തത്. അപ്പോൾ ഈ മെഷീൻ എന്ന് പറയുമ്പോൾ ഈ സീറ്റർ റോക്ക് വലിയ ഇഷ്ടമല്ല. കാരണം പറയുമ്പോൾ സംഭവം അത്യാവശ്യം നല്ല എഫക്റ്റീവായിട്ട് ബാക്കിലും വിങ്സിനും കൂടി കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡാണ് കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, റൈറ്റ് ഹാൻഡിനും കൊടുത്ത്. ബട്ട് എന്തോ ഈ ഒരു വർക്കൗട്ട് ഈ സീറ്റർ റോക്ക് വലിയായിട്ട് ഇഷ്ടമല്ല. കാരണം എനിക്കൊരു അൺകംഫർട്ട് തോന്നി. അങ്ങനെ അതെന്ത് ചെയ്തു, ഒരു ഫസ്റ്റ് 1 സെറ്റ് മാത്രം അടിച്ചോളൂ. പിന്നെ എന്ത് ചെയ്ത് നേരെ വിട്ട് ചേഞ്ച് ചെയ്ത്. അപ്പം ബാക്ക് ഡേ ആണല്ലോ, അപ്പോൾ എന്ത് ചെയ്ത് വേഗം വിട്ട് ബെൽറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട്. കാരണം നമ്മൾ ഇഞ്ചുറി വരാതിരിക്കണമല്ലോ, ബാക്കാണ്. അപ്പോൾ ഇഞ്ചുറി വരാൻ ചാൻസ് കൂടുതൽ. കാരണം വെയിറ്റ് അത്യാവശ്യം ലിഫ്റ്റ് ചെയ്യണം. കാരണം അപ്പോൾ എന്ത് ചെയ്തു, ഇഞ്ചുറിയിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി ബെൽറ്റ് യൂസ് ചെയ്ത്. അന്നേരം എന്ത് ചെയ്തു, നെക്സ്റ്റ് വർക്കൗട്ട് തുടങ്ങുമ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമായി യൂസ് ചെയ്യുന്നത്. കാരണം സീറ്റ് റോക്ക് പകരമായിട്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നത്. ബാക്ക് ഫോക്കസ് ചെയ്ത് അടിക്കാനുള്ള പ്ലാനിലാണ് ഞാൻ അതിൽ കയറിയത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം അല്ല. അപ്പോൾ ഞാൻ വെയിറ്റ് വലിയിട്ടുണ്ടായിട്ട് ഒരു 10 to 20 kg ഇട്ടിട്ടാണ് അടിച്ചത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് പഠിച്ചപ്പോൾ കുഴപ്പമില്ല, നല്ല എഫക്റ്റീവായിട്ട് കിട്ടുന്നുണ്ട്. മീൻസ് ബാക്ക് അത്യാവശ്യം സ്ക്വീസ് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ബാക്കിന് കിട്ടുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്തു, പിന്നെ വെയിറ്റിന് വലിയത് സീനില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു 5 kg കൂടി ആഡ് ചെയ്ത് അങ്ങനെ രണ്ടിലൊരു 5 ഇട്ടിട്ടാണ് ഇത് 50 നമ്മൾ ടോട്ടൽ 13 kg ഇട്ടാണ് അടിച്ചത്. അപ്പോൾ അത് ലാസ്റ്റ് സെറ്റിലാണ് കയറ്റി ചെയ്തത്. സെക്കൻഡ് സെറ്റ് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. തേർഡ് സെറ്റിലാണ് നമ്മൾ എന്ത് ചെയ്തു, ഒരു 5 kg കൂടി ആഡ് ചെയ്തത്. അത് കുഴപ്പമില്ലാതെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ച് ബാക്ക് അത്യാവശ്യം നല്ല ടെമ്പായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഈ വർക്കൗട്ട് നല്ല എഫക്റ്റീവായിട്ട് തോന്നി. അപ്പോൾ ഇനി നെക്സ്റ്റ് സീറ്റർ റോ സ്കിപ്പ് ചെയ്ത് ഞാൻ ചെയ്തു ഈ വർക്കൗട്ട് നെക്സ്റ്റിന് കണ്ടിന്യൂ ചെയ്യാമെന്ന് വെച്ചാൽ അത് 3 സെറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്ത് ലാറ്റ് പുൾ ഡൗൺ അടിക്കാൻ വിചാരിച്ചു പോയി. ലാറ്റ് പുൾ ഡൗൺ നമ്മളൊരു 40 kg ഇട്ടിട്ട് നമ്മളൊരു 3 സെറ്റ്. അങ്ങനെ പറയുമ്പോൾ ഫസ്റ്റ് സെറ്റ് 40 kg പിന്നെ 45 പിന്നെ 50 അങ്ങനെ 3 സെറ്റ് 50 റെപ്പിൽ നമ്മൾ അത് അടിക്കാൻ വെച്ചിട്ട് അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുമ്പോൾ നമ്മൾ അത്യാവശ്യം ബാക്ക് സ്ക്വീസ് ചെയ്തിട്ട് നേരെ പുള്ളി ചെയ്ത് പിന്നെ വീണ്ടും അതേപോലെ നമ്മൾ ബാക്കി 2 സെറ്റിലും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ലാറ്റ് പുൾ ഡൗൺ നമ്മൾ എന്ത് ചെയ്തു പക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ നെക്സ്റ്റ് വർക്കൗട്ടായി എന്ത് ചെയ്തു, സീറ്റഡ് കേബിൾ റോക്ക് കയറി. അത് ഞാൻ എന്ത് ചെയ്തു, ഒരു 45 50 55 അങ്ങനെ ഞാൻ ഓരോ സെറ്റിൽ ഫസ്റ്റ് സെറ്റ് 45 പിന്നെ 50 പിന്നെ 55 അങ്ങനെയാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് വരാറ്. ഇത് അത്യാവശ്യം എഫക്റ്റീവായിട്ട് കിട്ടിയില്ല. കാരണം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ ബാക്ക് അത്യാവശ്യം സ്ട്രെച്ച് ചെയ്ത് വീണ്ടും കൊണ്ടുപോകുക. ഇതിൽ നമ്മൾ ചീറ്റും കാര്യങ്ങളൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ മീൻസ് പുള്ളി ചെയ്ത് എടുക്കണം. പിന്നെ അതേപോലെ പണ്ടത്തെ പോലെ ആടി കളിക്കാതെ നമ്മൾ കറക്റ്റ് ബാക്കിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്താൽ ഇത് അത്യാവശ്യം എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടാണ്. ഇതൊക്കെ നല്ല ഇഷ്ടമാണ്. കാരണം ഇത് ഞാൻ അത്യാവശ്യം ഫുൾ സ്റ്റാക്ക് വിത്തിൻ 1 month വേണ്ടി എന്ത് ചെയ്യുക, ഫുൾ സ്റ്റാക്ക് 1 സെറ്റ് ഞാൻ ട്രൈ ചെയ്തതാണ്. അങ്ങനെ അതൊരു 3 സെറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ട് ഡംബിൾ റോസ് ആണ്. അതൊരു 50 kg ഡംബിൾ എടുത്ത് നമ്മൾ നേരെ എന്ത് ചെയ്യും, ഫസ്റ്റ് റൈറ്റ് ബാക്കും വിങ്സും കൂടിയിട്ട് ഫോക്കസ് ചെയ്ത് അടിച്ച് ഇത് അടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ചെസ്റ്റ് അപ്പ് ചെയ്തിട്ട് വേണം, ചെസ്റ്റ് അപ്പ് ചെയ്ത് വിങ്സും ബാക്സും കൂടി നമ്മൾ ഇത് ഫോക്കസ് ചെയ്ത് അടിക്കണം. അല്ലാതെ വലിച്ച് വാരി അടിച്ചിട്ട് കാര്യമില്ല, വെറുതെ പേരിനടിച്ചിട്ട് കാര്യമില്ല. അടിക്കുമ്പോൾ നമ്മൾ എഫക്റ്റീവായിട്ട് ആ സ്ഥലത്ത് ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ അടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിന് റിസൾട്ട് വരുള്ളൂ. അങ്ങനെ വർക്കൗട്ടും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ നേരെ ഇന്നത്തെ റിസൾട്ട് നോക്കി ബാക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനപ്പോൾ എന്ത് ചെയ്തു, ഇന്നത്തെ വർക്കൗട്ട് നിർത്തിയാണ് നമ്മൾ നേരെ വിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഓരോ പാർട്സിൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, ബൈ.